മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ. റൂട്ടേഴ്സ്, കാലിക്കറ്റ്. സ്കൂൾ പാഠഭാഗങ്ങൾ ലളിതമായ ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ലാസ്സാണിത്. അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയത്. പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കുട്ടികൾക്ക് ഏറെ സഹായകരമായിരിക്കും ഈ ക്ലാസ് എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ അധ്യായം 8 ആകാശ വിസ്മയങ്ങൾ എന്ന പാഠഭാഗമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 1. നിഴൽ രൂപപ്പെടുന്നത് പ്രകാശസ്രോതസ്സിൻ്റെ ഏത് വശത്താണ്? ഉത്തരം പ്രകാശസ്രോതസ്സിൻ്റെ എതിർ ദിശയിൽ. 2. സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം എപ്രകാരമാണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സൂര്യഗ്രഹണം. 3. ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം എപ്രകാരമാണ്? ഉത്തരം ഭൂമി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. 4. ചന്ദ്രന് ഭൂമിയെ പരിക്രമണം ചെയ്യാൻ ആവശ്യമായ സമയം എത്ര? ഉത്തരം 27 ദിവസം. 5. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ എത്ര ദിവസം വേണം? ഉത്തരം 365 1/4 ദിവസം. 6. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്കഭിമുഖമായി വരുന്ന ദിവസം ഏത്? ഉത്തരം അമാവാസി അഥവാ കറുത്തവാവ്. 7. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസം ഏത്? ഉത്തരം പൗർണമി അഥവാ വെളുത്തവാവ്. 8. പൗർണമിയിൽ നിന്ന് അമാവാസി വരെ എത്താൻ ചന്ദ്രന് എത്ര ദിവസം വേണം? ഉത്തരം 14 അഥവാ 15 ദിവസം. 9. ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലെത്താൻ അഥവാ പൗർണമിയിൽ നിന്ന് അടുത്ത പൗർണമിയിലേക്കെത്താൻ ചന്ദ്രൻ എത്ര ദിവസം എടുക്കുന്നു? ഉത്തരം 29 മുതൽ 30 ദിവസം വരെ. 10. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27 1/3 ദിവസമാണ് വേണ്ടത്. എന്നാൽ ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലെത്താൻ 29 മുതൽ 30 ദിവസം എടുക്കുന്നു. കാരണമെന്ത്? ഉത്തരം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യനു ചുറ്റും പരിക്രമണപാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രക്കലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ
കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതിന് 2 ദിവസത്തിലധികം സമയം വേണ്ടിവരുന്നു. 11. ഒരു കലണ്ടർ മാസത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം നീലചന്ദ്രൻ അഥവാ ബ്ലൂ മൂൺ. 12. കറുത്തവാവ് വെളുത്തവാവ് ദിവസങ്ങളിലുണ്ടാകുന്ന ശക്തമായ വേലിയേറ്റങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം വാവുവേലി. 13. ചന്ദ്രൻ 1-ാം പാദത്തിലും 3-ാം പാദത്തിലുമായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ശക്തി കുറഞ്ഞ വേലിയേറ്റം ഏത്? ഉത്തരം സപ്തമി വേലി. 14. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം പെരിജി. 15. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അകലെ നിൽക്കുന്ന ദിവസം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം അപ്പോജി. 16. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം പെരിഹീലിയൻ. 17. ഭൂമി സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ദിവസം അറിയപ്പെടുന്നതെങ്ങനെ? ഉത്തരം അപ്ഹീലിയൻ. 18. നിലാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് നിലാവ്. രാത്രിയിലാണ് നിലാവ് കാണുന്നത്. 19. അർദ്ധചന്ദ്രനെ കാണുന്നത് എപ്പോൾ? ഉത്തരം ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നതാണ് അർദ്ധചന്ദ്രൻ. 20. ചന്ദ്രൻ്റെ വൃദ്ധി അഥവാ വെളുത്ത പക്ഷം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവ് ആണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം. 21. ചന്ദ്രൻ്റെ ക്ഷയം അഥവാ കറുത്ത പക്ഷം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്നു. ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം. 22. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. 23. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങിയ പേടകം ഏത്? ഉത്തരം ചന്ദ്രയാൻ 3. 24.
ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 ജൂലൈ 14. 25. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്ന്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. 26. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4ാമത്തെ രാജ്യം. 27. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2008 ഒക്ടോബർ 22. 28. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം 2019 ജൂലൈ 22. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.